നമസ്കാരം. അകമ്പടി വണ്ടികൾ എത്ര വണ്ടി? 40 വണ്ടി അല്ലേ? 40 വണ്ടികൾ, പിന്നെ എസ്കലേറ്റർ മാറ്റിവെക്കുന്ന മുഖ്യൻ, പിന്നെ ഒരു സിസ്റ്റം മാറ്റം. നല്ല രസമുണ്ട് ഇന്നത്തെ വാർത്തകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. മലയാളികൾക്ക് പണ്ടേ ഒരു ശീലമുണ്ട്. വഴിയിൽ പോലീസിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ വണ്ടി വഴി തിരിച്ചു വിടും, അതല്ലാന്നുണ്ടെങ്കിൽ ഇനി ആർക്കാണോ ആവോ വഴി മാറേണ്ടത് എന്ന് കരുതി സൈഡാക്കി ഇങ്ങോട്ട് നിൽക്കും. ചിലപ്പോഴെങ്കിലും സൈഡാക്കി നിർത്തിയാലും പോലീസിന്റെ തന്തയ്ക്ക് വിളിയും തെരുവിളിയും കേട്ടുകൊണ്ട് എന്താ പറയാ അവിടെ നിൽക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകുകയും ചെയ്യും. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ ഒരു കാരണഭൂതൻ നടന്നു പോയിട്ട് വഴിയിലൂടെ അല്ല, പറന്നുപോയ വഴിയിലൂടെ ആയിരുന്നു നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയാതിരിക്കാൻ വയ്യ. ഏതാണ്ട് 10-40ഓളം അകമ്പടി വണ്ടികൾ, സൈറൻ മുഴക്കി പായുന്ന ആംബുലൻസുകൾ, ഡസൻ കണക്കിന് കരിമ്പൂച്ചകൾ, പോരാത്തതിന് വഴിയിൽ കറുത്ത തുണിക്കും കുടയ്ക്കും വരെ നിരോധനം. ആരെങ്കിലും കറുത്ത മനുഷ്യന്മാരിറങ്ങണമെങ്കിൽ അവർക്ക് നിരോധനം. ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നു വന്ന് വീമ്പ് പറഞ്ഞ ആ പഴയ മുഖ്യൻ ജനങ്ങളെ കാണുമ്പോൾ മാത്രം എന്തിനായിരുന്നുവോ ഇത്ര പേടിയെന്നറിയാൻ വയ്യ. ഊരിപ്പിടിച്ച വാളും പിടിച്ചുകൊണ്ട് ജനങ്ങൾ നിൽക്കാഞ്ഞിട്ടാണോ, ഇനി ജനങ്ങളെല്ലാം വാളുകളായി മാറാഞ്ഞിട്ടാണോ എന്നറിയാൻ വയ്യ. ഏതായാലും ആ കാര്യത്തിൽ മാത്രം നമ്മുടെ മുഖ്യന് പേടിയായിരുന്നു. എന്നാൽ കാലം മാറി, കഥയും മാറി. ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ പുതിയ ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തുള്ളി PR പൊങ്ങച്ചമില്ലാതെ റെയിൽവേ സ്റ്റേഷനിലെ സാധാരണ എസ്കലേറ്ററിലൂടെ നാട്ടുകാർക്കൊപ്പം ഒരൊറ്റ മനുഷ്യൻ ഇറങ്ങിങ്ങനെ വരിക. കൂടെ ഉള്ളത് വിരലിൽ എണ്ണാവുന്ന ചില പോലീസുകാർ. ഇതാരാപ്പോൾ ഒരു പുതിയ നടൻ? അങ്ങനെയാണല്ലോ തോന്നുക. സ്വാഭാവികമായിട്ട് നമുക്ക് സംശയിക്കും, നമ്മുടെ പഴയ മുഖ്യമന്ത്രി എങ്ങനെ ആയിരുന്നെങ്കിൽ എസ്കലേറ്റർ എന്നല്ല റെയിൽവേ സ്റ്റേഷനിൽ പോലും ഒരു മനുഷ്യനെ, പ്രത്യേകിച്ച് കറുത്ത തലമുടിയുള്ള ഒരാളെ പോലും നിൽക്കാൻ അനുവദിക്കില്ലായിരുന്നു. ഇതിപ്പോ നോക്കുമ്പോൾ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി VD സതീശനാണ്, അഥവാ VDS ആണ് ഇങ്ങനെ എസ്കലേറ്റർ ഇറങ്ങി ഇങ്ങനെ വരുന്നത്. പണ്ട് പൗരപ്രമുഖന്മാരെ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള സെക്രട്ടേറിയറ്റിലെ വാതിലുകൾ ഇപ്പം പാവം പ്രൈവറ്റ് ബസ്സുകാർക്ക് വരെ മലർക്ക തുറന്നിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാറ്റമുണ്ട്, നല്ല മാറ്റമാണ്. ഇനി ചെല്ലുമ്പോൾ തന്നെ ഒരുപക്ഷെ പ്രശ്നം പരിഹരിക്കപ്പെടലുണ്ടാവില്ലായിരിക്കാം. എന്നാലും കടക്ക് പുറത്ത് എന്ന് പറയാതെ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വാപ്പാ നമുക്ക് നോക്കാം എന്ന് പറയാൻ അവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്ന ആശ്വാസത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ. പഴയ ഓസി ഉണ്ടല്ലോ നമ്മുടെ ഉമ്മൻചാണ്ടി, ആ ശൈലിയിലേക്ക് VDS ട്രാക്ക് മാറ്റിപ്പിടിക്കുന്നത് കണ്ടപ്പോൾ ചിലർക്കെങ്കിലും നമ്മളെ സലിംകുമാറിന്റെ ഭാഷയെ പറഞ്ഞാൽ ചോദിക്കാൻ തോന്നും, ഇത്രയും കാലം നമ്മൾ അനുഭവിച്ചത് എന്തിനായിരുന്നു സാറേ എന്ന്. അല്ലെ, കഴിഞ്ഞ 10 വർഷം നമ്മൾ അനുഭവിച്ചത് എന്തിനായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു സാറേ എന്നാ. മൈക്കിനെ പോലും തെറിവിളിച്ച്, മൈക്ക് ആംപ്ലിഫയറിന് പോലും എതിരെ പോലും കേസ് ഇല്ലേ. ഞാൻ ഇന്നലെ ഇട്ടിരുന്ന ഒരു ഷോർട്സ് വീഡിയോയിൽ ഒരു കയ്യടിയോടെ മുഖ്യമന്ത്രിക്ക് കയ്യടിക്കാൻ പറഞ്ഞ രൂക്ഷമായിട്ട് നോക്കുന്ന മുഖ്യമന്ത്രി നമ്മൾ കണ്ടിരുന്നു. ഏതായാലും ഈ മാറ്റം ജനങ്ങൾക്ക് ഇഷ്ടമാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും VDSനെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഈ മാറ്റം കണ്ടിട്ട് പ്രശസ്ത സംവിധായകനുള്ള മേജർ രവി, അദ്ദേഹം വരെ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഒരു വെടി അങ്ങോട്ട് പൊട്ടിച്ചു. പണ്ട് നടൻ ഇന്നസെന്റ് മരിച്ചപ്പോ ആ ചെറിയ ഇടവഴിയിലൂടെ 10ഉം 20ഉം വണ്ടികളും അതുപോലെ ഫയർഫോഴ്സും ഒക്കെ കൊണ്ടുപോയി നാട്ടുകാരെ ശ്വാസം മുട്ടിച്ച ആ പഴയ കാരണഭൂതന്റെ റേഞ്ച് ഇദ്ദേഹത്തിന് ഇല്ലല്ലോ എന്ന്. സംഗതി ട്രോളാണ്, എങ്കിലും അതൊരു ഒന്നൊന്നര ഒരു ചെയ്ത്തായിപ്പോയി എന്ന് കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ റേഞ്ച് ഒന്ന് ഓർമ്മിപ്പിച്ചത് ഈ സമയത്ത്. അല്ലയോ ഭരണാധികാരികളെ, നിങ്ങളെ കൊല്ലാൻ ആരെങ്കിലും ബോംബും കെട്ടി നടക്കുന്നുണ്ടെങ്കിൽ ആ കസേരയിൽ ഇരിക്കാതെ വല്ല കാശിക്കും പോകുന്നതല്ലേ നല്ലത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അല്ലെങ്കിൽ ആ രീതിയിലാണ് മേജർ രവിയുടെ പഞ്ച് ഡയലോഗ്. കഴിഞ്ഞ ദിവസം നടൻ സലിംകുമാർ മരണപ്പെട്ടപ്പോൾ അവിടെ VD സതീശൻ പോയി. കാരണം VD സതീശനെ സംബന്ധിച്ചിടത്തോളം സലിംകുമാർ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ ഒരാളാണ്, നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടെ പോയി, സാധാരണക്കാരിൽ ഒരാളായിട്ട് പോയി. അവിടെ ഈ സോഷ്യൽ മീഡിയക്കാരും മറ്റുള്ളവരും ഉന്തും തള്ളും നടത്തിയപ്പോൾ അവരോട് അങ്ങോട്ട് മാറി നീങ്ങിന്ന് ശാസിക്കുകയും ചെയ്തു. അതിനെ കടക്ക് പുറത്തെന്ന് പറഞ്ഞ രീതിയിൽ പറയുന്നവരുണ്ട്, അത് നമുക്ക് വേറെ വീഡിയോയിൽ പറയാം. ഏതായാലും അവിടെ ആ നിലയിൽ സംസാരിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ചില വിദ്വാൻമാർ വന്നിട്ട് പിന്നെ മുഖ്യമന്ത്രി VD സതീശനെ ഷാൾ അണിയിച്ചിട്ട്, മരണവീട്ടിൽ ഷാൾ അണിയിച്ച് സ്വീകരിക്കാൻ പോവാ. അതൊക്കെ കൊണ്ട് അവിടെ വെക്കടേ, എങ്ങോട്ട് പോടേ എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന VD സതീശനെ മേജർ രവി കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുന്ന കാഴ്ചയും അവിടെ കണ്ടു. മേജർ രവി ഏതാ പാർട്ടിക്കാരൻ? കോൺഗ്രസ്സുകാരന്. ഒന്നുകൂടി നമുക്ക് കാണാം. ഇവിടെ മുഖ്യമന്ത്രി മാത്രമൊന്നും അല്ല, VD സതീശൻ ടീമിലെ ബാക്കി പിള്ളേരും ഒന്നിനൊന്നും മെച്ചമാണ്. പണ്ടത്തെ ആരോഗ്യമന്ത്രിമാരെ പോലെ അയ്യോ സിസ്റ്റം തകരാറാണേ, സോഫ്റ്റ്വെയർ പണിമുടക്കി എന്ന് പറഞ്ഞ് കരയുന്ന കോംപ്ലക്സ് ഒന്നും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി K മുരളീധരൻ കാണാനില്ല. പുള്ളിക്കാരൻ കേടായ സിസ്റ്റം ഓരോന്നോരോന്നൊരു അറ്റത്തുനിന്ന് അഴിച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുക. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ, ഇപ്പൊ അറിയാലോ കേരളം ചർച്ച ചെയ്യുന്നത് ഓപ്പറേഷൻ തൂഫാനാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പേരിട്ട് ലഹരി മാഫിയെ തൂത്തുവാരി ജയിലിലാൻ തുടങ്ങിയിട്ട് 4 ദിവസമായി. അത് ഫലമാണ്. നമുക്കറിയാം, പെരുമ്പാവൂരിൽ നിന്ന് ഇറങ്ങി നടക്കാൻ പറ്റില്ലായിരുന്നു. പെരുമ്പാവൂർ ടൗണിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ഏതോ ഉൾപ്രദേശത്തെ ഒരു ഗ്രാമത്തിലോ എവിടെ വെച്ച് ഇറങ്ങിയ ഒരു പ്രതീതിയായിരുന്നു. മനുഷ്യന്മാർക്ക് പട്ടാപ്പകൽ പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. എന്നാൽ
അവിടെയൊക്കെ തൂത്തു വാരി അവിടെ ഉള്ളവനെയൊക്കെ തൂക്കി അകത്തിടുന്നവരിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കേരളം തിരിച്ചു വരുന്നു എന്നൊരു തോന്നൽ. ആശാവർക്കർമാരൊക്കെ സമരം നടത്തിയത് നമുക്കറിയാലോ. ആശാവർക്കർമാരുടെ ശമ്പളം അവർ പറഞ്ഞതുപോലെ വലിയ തോതിൽ കൂട്ടാൻ പറ്റിയില്ല, പക്ഷെ എങ്കിലും അവർക്കൊരു പ്രതീക്ഷ കൊടുത്തു. ഇപ്പൊ തൽക്കാലം നിങ്ങൾ സമരം ചെയ്തിട്ട് ഒന്നും കിട്ടാതെ പോയി നിങ്ങൾ പറയരുത്, സർക്കാരൊക്കെ മാറി ശരി ഇതേ ഒരു കുറച്ചു വെച്ചോ. ഇതാ പറഞ്ഞത് തിങ്കളാഴ്ച മുതൽ സ്ത്രീകൾക്ക് KSRTC ഫ്രീ യാത്ര. ഞാൻ എൻ്റെ വീഡിയോയിൽ നേരത്തെ പറഞ്ഞിരുന്നു, KSRTC ബസ്സിൽ ഫ്രീ യാത്ര മൊത്തത്തിൽ കൊടുക്കാൻ കഴിയില്ല. തമിഴ്നാടും കൊടുക്കുന്നില്ല. തമിഴ്നാട്ടിലെ ചില സെലക്റ്റീവ് ആയിട്ടുള്ള ചില ബസ്സുകളിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ടൗൺ ടു ടൗൺ. അതുപോലെ മകളിർ എന്ന് പറയുന്ന കുറെ ബസ്സുകളുണ്ട്, സ്ത്രീകൾക്ക് മാത്രമുള്ള ബസ്സുകൾ, പിങ്ക് നിറമുള്ള ബസ്സുകൾ. അപ്പോൾ അത്തരത്തിലുള്ള ചില ബസ്സുകളും കുറച്ച് അടുത്തടുത്തുള്ള ബസ്സുകളും ഒക്കെ നിശ്ചിത ദൂരമൊക്കെ അങ്ങനെയൊക്കെയാണ് അവിടെ ഫ്രീ കൊടുക്കുന്നത്. ഇവിടെയും അത് മതി, അതേ നടക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓർഡിനറി ബസ്സുകളെ നടക്കുള്ളൂ, അല്ലാതെ ഇപ്പോൾ ബർത്തൊക്കെ ബുക്ക് ചെയ്തിട്ട് കാരണം നേരെ ടിക്കറ്റ് ഇല്ലാതെ കൊണ്ട് കയറി ചെന്നിട്ട് കടന്നു പോകാൻ നടക്കൂല, അത് നടക്കൂല. അപ്പോൾ അത് എന്തായാലും തിങ്കളാഴ്ച മുതൽ സ്ത്രീകൾക്ക് ഒരു പരിധി വരെയെങ്കിലും ഒരു മാസം ഇത്ര യാത്ര എന്ന തോതിലെങ്കിലും ഒരു ഫ്രീ യാത്ര വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. പൂർണ്ണമായിട്ടും കൊടുക്കാൻ ഇന്നത്തെ സാമ്പത്തികാവസ്ഥയും സാഹചര്യങ്ങളും കഴിയില്ല എന്നുണ്ടെങ്കിലും കൊടുക്കാമെന്നും പറഞ്ഞത് ഭാഗികമായിട്ടെങ്കിലും എല്ലാ സ്ത്രീകൾക്കും, കുറച്ചു പേർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാതിരിക്കാന്നല്ല, എല്ലാ സ്ത്രീകൾക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ KSRTCന്റെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര. അതുപോലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കുന്നത് കാണുമ്പോൾ ജനങ്ങൾക്കൊരു കാര്യം ഉറപ്പായി, ഇത് സിസ്റ്റം തകരാറായ സർക്കാരല്ല, സിസ്റ്റം റീബൂട്ട് ചെയ്ത സർക്കാരാണ് എന്ന്. പക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യനോട് ഒരൊറ്റ അപേക്ഷയേ ഉള്ളൂ. കൊച്ചിയിലെ ചില മഞ്ഞ ഓൺലൈൻ PR കൂട്ടങ്ങളുണ്ട്, അവരെ ഒന്ന് മാറ്റി നിർത്തിയാൽ നന്നായിരിക്കും. സംഗതി അസലാവും. കാരണം നാട്ടുകാരുടെ ഈ ഒറിജിനൽ കയ്യടി നിലനിൽക്കാൻ ഡിജിറ്റൽ വെട്ടുകളുടെ ആർട്ടിഫിഷ്യൽ പുകഴ്ത്തുകളൊന്നും പറ്റൂല, അത് നടക്കൂല. അതൊന്ന് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് മേലേക്ക് വെക്കുന്ന ഇതേ വെട്ടുകളി കൂട്ടങ്ങൾ പൊത്തോ എന്ന് പറഞ്ഞ് നിങ്ങൾ താഴെ ഇടും. കാരണം അവർക്ക് പറ്റാത്തത് എന്തെങ്കിലും ഒന്ന് വന്നാൽ എടുത്ത് താഴെ ഇടും. VD സതീശൻ ജനകീയനായി തന്നെ വരികയാണ്, ജനങ്ങൾക്ക് ഉപകാരമുണ്ട്. 10 കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. ഒരുപക്ഷെ മറ്റ് ഭാഷകളിൽ വന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നാണം കെടാതെ മറുപടി പറയാൻ പറ്റും. അഭിമാനത്തോടെ മലയാളിക്ക് എടുത്ത് മുന്നിൽ വെച്ചു കൊടുക്കാൻ ഒരു മുഖ്യമന്ത്രി തന്നെയാണ്, കാര്യം ചെയ്തതന്നെ. പക്ഷെ കൂടെയുള്ള ചില കൊഞ്ഞണന്മാർ വെറുതെ പറയിക്കുന്നവരാ. നമ്മുടെ ഈ കേരളത്തിന്റെ സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്ക്, സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്ക് സർക്കാരിന്റെ കയ്യിൽ നിന്ന് 10 പൈസ മുടക്കാതെ പലതും നടപ്പിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം. ആ ജനങ്ങൾക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രിയുടെ മീറ്റിംഗ് ചിലപ്പോൾ ചെന്ന് പറയാൻ പറ്റിയെന്നും വരില്ല. അവരൊക്കെ മുഖ്യമന്ത്രിയുടെ ഫോണിക്ക് വിളിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ PS-നോടായിരിക്കും. കാര്യം മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ സദാസമയവും നാട്ടുകാരുടെ ഫോൺ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ കുറച്ചെണ്ണത്തിന് എന്തായാലും കൂടെ കൂട്ടിയിട്ടുണ്ടാവുമല്ലോ. അവരൊക്കെ അത് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാരണം ഈ കേരളത്തിന്റെ വലിയ വളർച്ചയ്ക്ക്, സാമ്പത്തികമായിട്ടും അല്ലാതെയുമുള്ള വളർച്ചയ്ക്ക്, നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന പല കാര്യങ്ങൾക്ക് നമ്മൾ മുഖ്യമന്ത്രിയെ വിളിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ടുണ്ട് പലവട്ടം. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന PS ആയിക്കോട്ടെ കാണാട്ടോ എന്ന് പറയുന്നതല്ലാതെ നമ്മളെ വെറും പഴംപോക്കികളാക്കി മാറ്റി ഓക്കേടാ എന്നാ ബൈ നമുക്ക് കാണാം എന്ന് പറയുന്നത് പോലെ ആക്കി പറയുന്നതല്ലാതെ ഇത് വല്ലതും എഴുതി തരുന്നുണ്ടോ? ഇല്ല. അത് കൊള്ളാവുന്ന വിവരവും ബോധമുള്ള, പറയുന്നത് എന്തായാലും അത് മുഖ്യമന്ത്രിയോട് പറയാനുള്ളതാണ് പറയുന്നത്, അതോ മുഖ്യമന്ത്രി അറിയിക്കണം, അതാരായാലും അത് മുഖ്യമന്ത്രി അറിയിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതി അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് വിളിക്കുന്ന ആളുടെ പേരും അയാളുടെ ഫോൺ നമ്പർ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് അത് മുഖ്യമന്ത്രി ഏൽപ്പിക്കാനുള്ള ഒരു മര്യാദ ഉണ്ടല്ലോ, ആ മര്യാദ കാണിക്കണം. ആ മര്യാദ കാണിക്കാത്ത കുറച്ചെണ്ണത്തിനെയാണ് കൂടെ PS ആയിട്ടും അല്ലാതെയും കൂടെ കൂട്ടിയേക്കുന്നുള്ള ഒരു പരാതി ഉണ്ട്. അത് എന്നെ പോലെ കോൾ ചെയ്തവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും. അതൊന്നും പറയണമല്ലോ, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. Different angles. Don't forget to subscribe and support this channel.